SSLC മോഡൽ എക്സാമിനേഷൻ ഫെബ്രുവരി 2025 സോഷ്യൽ സയൻസിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സ് ഏത്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സ് ഇതിലേതാണ്? കൽക്കരിയാണോ, പെട്രോളിയമാണോ, പ്രകൃതിവാതകമാണോ, സൗരോർജ്ജമാണോ? ഓപ്ഷൻ സി സൗരോർജ്ജമാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സ് അല്ലേ. പാരമ്പര്യമായിട്ടുള്ള ഊർജ്ജ സ്രോതസ്സ് ഏതാണ്? സൗരോർജ്ജമാണ്. ഊർജ്ജം. രണ്ടാമത്തെ ചോദ്യം, ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ്. തേർഡ് ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ കേന്ദ്ര സർവീസിൽ പെടുന്നത് ഏത്? ഇന്ത്യൻ ഫോറിൻ സർവീസാണ് കേന്ദ്ര സർവീസിൽ പെടുന്നത്. നാലാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ കേന്ദ്ര സർക്കാർ ചുമത്തുന്ന നികുതിയിൽ ഉൾപ്പെടാത്തത് ഏത്? കേന്ദ്ര സർക്കാർ ചുമത്തുന്ന നികുതിയിൽ നികുതിയില്ലാത്തത് സ്റ്റാമ്പ് ഡ്യൂട്ടിക്കാണ്. അപ്പോൾ അതിന് ടിക്ക് ചെയ്യുക. അഞ്ചാമത്തെ ചോദ്യം, ഹിമാലയൻ നദികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തി എഴുതുക. സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത. ഓപ്ഷൻ ഡി ആണ് ഹിമാലയൻ നദിയെ സംബന്ധിച്ച ശരിയായിട്ടുള്ള പ്രസ്താവന. ആറാമത്തെ ചോദ്യം, അഭിമുഖത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തെല്ലാം? ഒരു അഭിമുഖം, ഒരു ഇൻ്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നാണ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ആറാമത്തെ ചോദ്യത്തിന് ഉത്തരം, അഭിമുഖത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ആവശ്യമായ വ്യക്തികളെ കണ്ടെത്തൽ, ഉചിതമായ ചോദ്യങ്ങൾ ഒരുക്കൽ അതിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ തയ്യാറാക്കണം, സമയക്രമീകരണം ആ സമയത്ത് കറക്റ്റായിട്ടുള്ള സമയത്ത് നമ്മൾ അഭിമുഖത്തിനെത്താൻ ശ്രദ്ധിക്കണം, ഫലവത്തായ രീതിയിലുള്ള ആശയവിനിമയം, അതായത് നല്ല സ്റ്റാൻഡേർഡിലുള്ള ഒരു ആശയവിനിമയം എങ്ങനെയെങ്കിലും ആയിരിക്കരുത്, അതിൻ്റെ രീതിയിൽ ഇൻ്റർവ്യൂവിൻ്റെ അഭിമുഖത്തിൽ നമ്മൾ എങ്ങനെയാണോ അറ്റൻഡ് ചെയ്യേണ്ടത് ആ രീതിയിലുള്ള ആശയവിനിമയം, വിവരങ്ങൾ ക്രമപ്പെടുത്തലും റിപ്പോർട്ട് തയ്യാറാക്കലും ഓരോ വിവരങ്ങൾ അതിലെന്തൊക്കെ റിപ്പോർട്ട് കൊടുക്കണം അതൊക്കെ നമ്മൾ തയ്യാറാക്കണം, അതൊക്കെ കൊടുക്കണം, അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം, തയ്യാറാവണം. അങ്ങനെ അഭിമുഖം ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾക്കിതിൽ എഴുതാം. അഭിമുഖത്തിന് മുമ്പ് കമ്പനിയെ പഠിക്കുക, ജോലി വിവരം അവലോകനം ചെയ്യുക, നിങ്ങളുടെ റെസ്യൂമും രേഖകളും തയ്യാറാക്കുക, നിങ്ങളുടെ വേഷം പ്ലാൻ ചെയ്യുക വസ്ത്രം എന്താണെന്ന് പ്ലാൻ ചെയ്യണം. അഭിമുഖത്തിൻ്റെ മുന്നേ റെസ്യൂമും അതിൻ്റെ കാര്യങ്ങളും നിങ്ങളുടെ എഡ്യൂക്കേഷൻ്റെ രേഖകളും അതൊക്കെ തയ്യാറാക്കണം. അതുപോലെ അഭിമുഖത്തിനിടെ അഭിമുഖം ചെയ്യുന്ന സമയത്തിന് എത്തിച്ചേരുക, ആത്മവിശ്വാസത്തോടെയും ഉത്സാഹത്തോടെയും ഇരിക്കുക നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക നിങ്ങൾക്ക് ഇതും വേണമെങ്കിൽ ഉൾപ്പെടുത്താം. ഏഴാമത്തെ ചോദ്യം, അഴിമതി തടയുന്നതിനായി ഇന്ത്യയിൽ രൂപം നൽകിയിട്ടുള്ള ഏതെങ്കിലും 3 സ്ഥാപനങ്ങളുടെ പേരെഴുതുക. ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണിത്. അഴിമതി തടയുന്നതിനായി ഇന്ത്യയിൽ രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ലോക് പങ്ങൻഡ, ലോകായുക്ത, ഓംബുഡ്സ്മാൻ, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ഇതൊക്കെയാണ് ആ സ്ഥാപനങ്ങളുടെ പേര്. അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ രൂപം നൽകിയ സ്ഥാപനങ്ങളുടെ പേരുകളാണ്. ഇതൊന്ന് പഠിച്ചു വെക്കുക. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിച്ച പങ്ക് വിശദമാക്കുക. എട്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം, ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്ക് ഏതൊക്കെയാണ്? ഇതൊക്കെയാണ് ആ പങ്ക് പുരാതന കാലം മുതൽ തന്നെ വടക്കു പടിഞ്ഞാറ് നിന്നുള്ള വൈദേശിക ആക്രമണങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ നമ്മെ സംരക്ഷിച്ചു പോരുന്നു. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യിക്കുന്നു മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തിയിട്ട് ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യിക്കുന്നു. അതുപോലെ ശൈത്യകാലത്ത് വടക്ക് നിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു തടഞ്ഞു നിർത്തുന്നു ശൈത്യകാലത്ത് വീശുന്ന വരണ്ട ശീതക്കാറ്റ് അതായത് വറ്റി വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ തടഞ്ഞു നിർത്തുന്നു, ചെറുക്കുന്നു. വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമായി. നദികളുടെ ഉത്ഭവ പ്രദേശം കുറേ നദികളുടെ ഉത്ഭവ പ്രദേശമാണ് നമ്മുടെ ഇന്ത്യ അതൊക്കെ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖലയുടെ പങ്കാണ് ഈ കാണിച്ചതെല്ലാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. പുരാതന കാലം മുതൽ തന്നെ വടക്ക് പടിഞ്ഞാറ് നിന്നുള്ള വൈദേശിക ആക്രമണങ്ങളിൽ നിന്ന് അവിടുന്ന് വരുന്ന വടക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് വരുന്ന ആക്രമണങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ നമ്മളെ സംരക്ഷിച്ച് പോരുന്നത് ആരാണ്? ഉത്തരപർവ്വത മേഖലയാണ്. ആ ഉത്തരപർവ്വത മേഖല ഉണ്ടായിട്ടാണ് ഒരു പരിധിവരെ നമ്മളെ സംരക്ഷിക്കുന്നത്. അതുപോലെ എന്തൊക്കെ തടഞ്ഞു നിർത്തുന്നുണ്ട് ഈ ഉത്തരപർവ്വത മേഖല? മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് മഴ പെയ്യാൻ കാരണം നമ്മുടെ ഇന്ത്യയിലെല്ലാം മഴ പെയ്യുന്നത്. അതുപോലെ ശൈത്യകാലത്ത് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെയും തടഞ്ഞു നിർത്തുന്നുണ്ട്. വരണ്ട ശീതക്കാറ്റിനെയും അതുപോലെ മൺസൂൺ കാറ്റുകളെയൊക്കെ തടഞ്ഞു നിർത്തുന്നത് ആരാണ്? ഉത്തരപർവ്വത മേഖലയാണ്. 9ാമത്തെ ചോദ്യം, മുംബൈ ഇന്ത്യയുടെ പ്രധാന പരുത്തിത്തുണി വ്യവസായ കേന്ദ്രമാകുന്നതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ എന്തെല്ലാം? അതുപോലെ 10ാമത്തെ ചോദ്യം, നികുതി എന്നാൽ എന്ത്? വിവിധ തരം നികുതികൾ ഏതെല്ലാം? 9ാമത്തെ ചോദ്യം എന്താണ്? മുംബൈ പ്രധാന പരുത്തിത്തുണി വ്യവസായ കേന്ദ്രമായി മാറാൻ അനുകൂലമായ സാഹചര്യങ്ങൾ നമ്മൾ പിന്തുണച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. സമീപ പ്രദേശങ്ങളിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളുടെ സുഗമമായ ലഭ്യത
സമീപ അടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളുടെ സുഗമമായ ലഭ്യത, അതായത് ആ വസ്തുക്കളൊക്കെ ധാരാളം ലഭിച്ചു അല്ലേ, പരുത്തി തുണി വ്യവസായ കേന്ദ്രമായി മാറാൻ സാധ്യതയായത്. മുംബൈയിലാണ് പ്രധാനമായും പരുത്തിത്തുണി വ്യവസായം ചെയ്യുന്നല്ലേ, ആ വ്യവസായ കേന്ദ്രം ഏതാണ്? മുംബൈയാണ്. അതങ്ങനെ ആവാൻ എന്തൊക്കെയാണ് അതിൻ്റെ അനുകൂല സാഹചര്യങ്ങൾ? അതിൻ്റെ അടുത്തുള്ള മുംബൈൻ്റെ അടുത്ത് സമീപ പ്രദേശങ്ങളിൽ നിന്ന് അതിനാവശ്യമായ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടാണ് പരുത്തിത്തുണി വ്യവസായ കേന്ദ്രമായി മാറാൻ കാരണമായത് അപ്പോൾ സമീപ പ്രദേശങ്ങളിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളുടെ സുഗമമായ ലഭ്യത, അതായത് ധാരാളം ലഭിച്ചതുകൊണ്ടാണ് ആ വ്യവസായ കേന്ദ്രം നമ്മുടെ മുംബൈയിലാവാൻ കാരണമായത്. കുറഞ്ഞ നിരക്കിൽ ഊർജ്ജ ലഭ്യത ഊർജ്ജ ലഭ്യത കുറഞ്ഞ നിരക്കിൽ, അതായത് വളരെ പൈസ കുറഞ്ഞ നിരക്കിലാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ പരുത്തിത്തുണി വ്യവസായം ചെയ്യാൻ കഴിഞ്ഞു. മുംബൈ തുറമുഖം കേന്ദ്രീകരിച്ചുള്ള കയറ്റുമതി സാധ്യതകൾ തുറമുഖം, അവിടെ കയറ്റുമതി ഇറക്കുമതി ഒക്കെ ചെയ്യാനില്ലേ, അവിടെ നല്ല സാധ്യതകളുണ്ട് മുംബൈയിൽ പരുത്തിത്തുണിക്കൊക്കെ വ്യവസായം ചെയ്തിട്ട് അത് എന്താണ് തുറമുഖം കേന്ദ്രീകരിച്ച് ആ തുറമുഖത്ത് നമുക്ക് എന്താണ് അത് കയറ്റുമതിയൊക്കെ ചെയ്യാൻ കുറേ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ പരുത്തിത്തുണി അവർക്ക് വ്യവസായം ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മുംബൈ എന്താണ് ഒരു പ്രധാന വ്യവസായ കേന്ദ്രമായി. ശുദ്ധജല ലഭ്യത നല്ല ശുദ്ധമായിട്ടുള്ള ജലമുണ്ട് പരുത്തിത്തുണിയൊക്കെ കഴുകാനും ഉണക്കാനൊക്കെ നല്ല ജലമുണ്ട്. അതുകൊണ്ട് തന്നെ മുംബൈ എന്താണ് പരുത്തിത്തുണിയുടെ വ്യവസായ കേന്ദ്രമായി. അതുപോലെ മനുഷ്യ വിഭവ ലഭ്യത മനുഷ്യൻ്റെ വിഭവങ്ങളുടെ ലഭ്യത എല്ലാം കൊണ്ടും മുംബൈ എന്താണ് എല്ലാം ലഭ്യതയാണല്ലേ. അതായത് ഊർജ്ജത്തിന് കുറഞ്ഞ നിരക്കിൽ നല്ല ഊർജ്ജം കിട്ടാനുണ്ട്, നല്ല ശുദ്ധജലം കിട്ടാനുണ്ട്, മനുഷ്യ വിഭവങ്ങൾ ലഭിക്കാനുണ്ട്, മനുഷ്യന്മാരുടെ സഹായത്തിനൊക്കെ ആളുകളുണ്ട്, കയറ്റുമതി ചെയ്യാനുള്ള സാധ്യതകളും കൂടുതലാണ്. അതുപോലെ അതിനുള്ള വസ്തുക്കളൊക്കെ എന്താണ് സുഗമമായി ലഭിക്കുന്നുണ്ടല്ലേ, ധാരാളം കിട്ടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ മുംബൈയാണ് പരുത്തിത്തുണിയുടെ പ്രധാന വ്യവസായ കേന്ദ്രമായി മാറിയത്. അപ്പോൾ അതിൻ്റെ അനുകൂല സാഹചര്യങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ആവാൻ കാരണങ്ങൾ എന്നുള്ളതാണ് ഇതൊക്കെ. 10ാമത്തെ ചോദ്യം എന്താണ്? നികുതി എന്നാൽ എന്ത്? വിവിധ തരം നികുതികൾ ഏതെല്ലാം? നികുതി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷേമപ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതുതാൽപര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായി നൽകേണ്ട പണമാണ് നികുതി. നമ്മൾ സർക്കാരിനാണ് നികുതി പണം കൊടുക്കുന്നതില്ലേ, നമ്മുടെ വീടിന് നികുതി കൊടുക്കുന്നുണ്ട്, ടാക്സ് കൊടുക്കുന്നുണ്ട്, അതുപോലെ നമ്മുടെ ശമ്പളത്തിൽ നിന്ന് ടാക്സ് നികുതി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഓരോന്നും സർക്കാരിന് നമ്മൾ നിർബന്ധമായി നൽകേണ്ട പണമാണ് നികുതി എന്ന് പറയുന്നത്. അവരുടെ സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ, അവരുടെ വികസന പ്രവർത്തനങ്ങൾ, സ്കൂൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അങ്ങനത്തെ റോഡ് വികസനം, അങ്ങനെ വികസനത്തിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ ഈ നികുതി പണം എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പണമാണ് എന്ത്? നികുതി എന്ന് പറയുന്നത്. വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായി നൽകേണ്ട പണമാണ് നികുതി. നമ്മൾ ജനങ്ങൾ കൊടുക്കുന്ന പണമാണ് പൊതു താല്പര്യത്തിന്, അതായത് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ. വിവിധ തരം നികുതികൾ ഏതെല്ലാം? നികുതികൾ ഏതൊക്കെ തരത്തിലുണ്ട്? പ്രത്യക്ഷ നികുതിയുണ്ട്, പരോക്ഷ നികുതിയുണ്ട്. നികുതികൾ തന്നെ 2 തരത്തിലുണ്ട്, പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും. 11ാമത്തെ ചോദ്യം, എ കോളത്തിന് അനുയോജ്യമായി ബി കോളം ക്രമപ്പെടുത്തി എഴുതുക. ഈ എ കോളത്തിന് അനുയോജ്യമായത് ബി കോളത്തിൽ ക്രമപ്പെടുത്തി മാച്ച് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞത്. വനിതാ സർവകലാശാല ബി കോളത്തിൽ നിന്നും ആരുടേതാണ്? DK കാർവയുടേതാണ്. കേരള കലാമണ്ഡലം വെള്ളത്തോൾ നാരായണ മേനോൻ. വിശ്വഭാരതി സർവകലാശാല രവീന്ദ്രനാഥ ടാഗോർ. ജാമിയ മില്ലിയ ഇസ്ലാമിയ MA അൻസാരി. ഇതൊക്കെ മാച്ച് ചെയ്ത ശരിയായിട്ടുള്ള ഉത്തരമാണിത്. അപ്പോൾ ഇതുപോലെ പഠിച്ചു വെക്കുക ജാമിയ മില്ലിയ ഇസ്ലാമിയ MA അൻസാരി ജാമിയ. വിശ്വഭാരതി സർവകലാശാല രവീന്ദ്രനാഥ ടാഗോർ. കേരളം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വള്ളത്തോളിന് ഓർമ്മ വരില്ലേ? കേരള കലാമണ്ഡലം വള്ളത്തോൾ നാരായണ മേനോൻ. വനിതാ സർവകലാശാല DK കാർവേ. ഓരോ ഹിൻസ് എന്തെങ്കിലും ഓർത്ത് വരിക അല്ലേ, കാർവേ, DK കാർവേ അല്ലേ, വനിതകളുടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിട്ട് പഠിച്ചു വെക്കുക. 12ാമത്തെ ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഒരു കുറിപ്പില്ലേ ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ച് എഴുതണം. അപ്പോൾ അതിൻ്റെ കുറച്ച് ഹിൻസ് ഞാൻ പറഞ്ഞു തരാം. 13 ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വിവിധ വകുപ്പുകളും സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അവയിൽ ഏതെങ്കിലും 2 എണ്ണം വിശദമാക്കുക. 14 നിസ്സഹകരണ സമരത്തിൻ്റെ സവിശേഷതകൾ എഴുതുക. ഇതിൻ്റെ ഉത്തരങ്ങൾ നോക്കാം. 12ാമത്തെ ചോദ്യം എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കണം. ആ കുറിപ്പിൽ നിങ്ങൾ ഇതൊക്കെ ഈ പോയിന്റ്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എഴുതേണ്ടത്. ഫസ്റ്റ് പോയിന്റ്, ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിലും പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരം. ആ സമരം ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതുക. കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ നടന്നു. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് കെ കേളപ്പൻ്റെ നേതൃത്വത്തിലാണ്. AK ഗോപാലൻ വളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? AK ഗോപാലനാണ്. ഈ സത്യാഗ്രഹത്തിൽ P കൃഷ്ണൻപിള്ളക്ക് ക്രൂരമായ മർദ്ദനമേറ്റു. ഈ സമരങ്ങളുടെ ഫലമായി തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഗുരുവായൂർ സത്യാഗ്രഹം ഒരു കുറിപ്പ് പോലെ നിങ്ങൾ എഴുതേണ്ടത്. 13ാമത്തെ ചോദ്യം എന്തായിരുന്നു? ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വിവിധ വകുപ്പുകളും സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അവയിൽ ഏതെങ്കിലും 2 വിശദമാക്കുക. ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറേ വകുപ്പുകളും സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ? അവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വകുപ്പുകളും സ്ഥാപനങ്ങളും. അവയിൽ ഏതെങ്കിലും വകുപ്പോ സ്ഥാപനങ്ങളോ വിശദമാക്കാനാണ് പറഞ്ഞത്. ലീഗൽ മെട്രോളജി വകുപ്പ് അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്നു അല്ലെ? ലീഗൽ മെട്രോളജി വകുപ്പ് എന്ന് പറഞ്ഞാൽ വകുപ്പ് വകുപ്പുകളും സ്ഥാപനങ്ങളും ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഉപഭോക്താക്കളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അവരെന്താണ് സംരക്ഷിക്കുന്നത്? അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്നു അല്ലേ? തൂക്കം ഇതൊക്കെ ഉറപ്പുവരുത്തുന്നതാണ് ലീഗൽ മെട്രോളജി വകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നു അല്ലേ? ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ അല്ലേ? അതിലെന്തെങ്കിലും മായമുണ്ടോ, നല്ല വസ്തുക്കളാണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതില്ലേ, പരിശോധിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പാണ്. അപ്പോൾ ആ വകുപ്പിനെ കുറിച്ചിട്ടില്ലേ, അതെന്താണ്? സംരക്ഷിക്കുകയാണ് ചെയ്യുന്നതില്ലേ? ഭക്ഷണങ്ങളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഭക്ഷണമാണല്ലേ, ഉപഭോക്താക്കളുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നത് അല്ലേ? താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണം നമ്മുടെ താല്പര്യമല്ലേ? അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വകുപ്പാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾ വിശദമാക്കിയിട്ട് എഴുതണം. വിശദമാക്കാനാണ് പറഞ്ഞത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ കുറിച്ചിട്ട് നിങ്ങളൊരു 2 വരി എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. കേന്ദ്ര ഔഷധ വില നിയന്ത്രണ കമ്മിറ്റി മരുന്നുകളുടെ വില നിയന്ത്രിക്കുന്നു അല്ലെ? മരുന്നുകളുടെ വില നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ളത് കേന്ദ്ര ഔഷധ വില നിയന്ത്രണ കമ്മിറ്റി അല്ലെ? ഔഷധങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളത് ആ പേര് അതിൽ തന്നെയുണ്ട് അല്ലേ? ആ സ്ഥാപനത്തിൻ്റെ പേര്. അപ്പോൾ നിങ്ങളതൊന്ന് മരുന്നുകളൊക്കെ വില നിയന്ത്രിക്കുന്നു, നമുക്ക് കിട്ടാനുള്ള മരുന്നുകളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് വിശദീകരിച്ചിട്ട് എഴുതുക. ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് മരുന്നുകളുടെ ഗുണമേന്മ, സുരക്ഷിതത്വം എന്നിവ ഉറപ്പുവരുത്തുന്നു. അതിൻ്റെ മരുന്നുകളുടെ ഗുണമേന്മയും സുരക്ഷിതത്വമൊക്കെ ഉറപ്പുവരുത്തുന്നത് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള വകുപ്പാണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഉൽപ്പാദനം, വിതരണം, സംഭരണം, വിൽപ്പന, ഇറക്കുമതി തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നു. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെ? ഇന്ത്യയുടെ അതോറിറ്റിയായിട്ട് ഫുഡ് സേഫ്റ്റി അല്ലേ? ഫുഡ് സേഫ് ആയിട്ടില്ലേ? സേഫ് പറഞ്ഞാൽ എന്താണ്? സുരക്ഷിതം അല്ലേ? അപ്പോൾ ഫുഡ് സേഫ്റ്റി അല്ലേ? അങ്ങനെ ഓർത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം പോയിൻ്റായിട്ട് പഠിച്ച് വെച്ചാൽ ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാം അല്ലേ? ഏതാണ് ചോദിക്കുക എന്നറിയില്ല. അപ്പോൾ ഇങ്ങനെ പോയിൻ്റാക്കി പഠിച്ചിട്ട് ഓരോന്ന് വിശദീകരിക്കാൻ പറയുമ്പോൾ അതൊന്ന് നീട്ടി വലിച്ചിട്ട് അതെന്താണെന്നുള്ളത് നിങ്ങൾ വിശദീകരിച്ച് എഴുതുക അല്ലേ? ഈ പറഞ്ഞതെല്ലാം എന്താണ്? നമ്മുടെ ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ളതാണ്. നമ്മളാണ് ഉപഭോക്താക്കൾ, നമ്മൾ ജനങ്ങൾ അല്ലേ? ഉപഭോക്താക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനങ്ങളുടെ താല്പര്യങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ എന്താണ്? ഭക്ഷണം, മരുന്ന്, അതൊക്കെ സംരക്ഷിക്കാൻ അല്ലേ? അതിന് വേണ്ടിയിട്ടുള്ള വകുപ്പുകളും സ്ഥാപനങ്ങളുമാണിത് അല്ലേ? ഭക്ഷണം സംരക്ഷിക്കാനും മരുന്ന് സംരക്ഷിക്കാനൊക്കെയുള്ള സ്ഥാപനങ്ങളാണ് അല്ലേ? വകുപ്പുകൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, ലീഗൽ മെട്രോളജി വകുപ്പ്, കേന്ദ്ര ഔഷധ നിയന്ത്രണ കമ്മിറ്റി അല്ലേ? ഔഷധം നിയന്ത്രിക്കാൻ, മരുന്നുകളുടെ വില നിയന്ത്രിക്കാൻ, ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് മരുന്നുകളുടെ ഗുണമേന്മ അല്ലേ? അത് നല്ലതാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഡ്രഗ്സ് കൺട്രോൾ ചെയ്യാൻ. കൺട്രോൾ എന്ന് പറഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാമല്ലോ, നിലനിർത്താൻ വേണ്ടിയിട്ടില്ല, ഗുണമേന്മയൊക്കെ ചെക്ക് ചെയ്യാനുള്ളത്. ഫുഡ് സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഫുഡ് സേഫ്റ്റി അല്ലേ? അപ്പോൾ ഓരോന്നും പഠിച്ചു വെക്കുക. ഇതൊക്കെ ഇത് ഏതെങ്കിലും വിശദമാക്കിയിട്ട് എഴുതാനാണ് ഈ ചോദ്യം. 3ാമത്തെ ചോദ്യം എന്താണ്? നിസ്സഹകരണ സമരത്തിൻ്റെ സവിശേഷതകളാണ് ചോദിച്ചത്. അതിൻ്റെ ഉത്തരമാണിത്. അപ്പോൾ നിസ്സഹകരണ സമരം എന്താണ്? അതിൻ്റെ സവിശേഷതകൾ, പ്രത്യേകതകൾ അല്ലേ? വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക അല്ലേ? വിദേശ വസ്തുക്കൾ, നമ്മുടെ നാട്ടിലല്ലാത്ത പുറത്തുനിന്ന് വരുന്ന വസ്തുക്കൾ ബഹിഷ്കരിക്കുക, അത് ഒഴിവാക്കുക. അതാണ് നിസ്സഹകരണ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നികുതി നൽകാതിരിക്കുക, അതിലുള്ള നികുതി എന്താണ് നികുതി എന്ന് നമ്മൾ പറഞ്ഞു, അത് കൊടുക്കാതിരിക്കുക. ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക, ബ്രിട്ടീഷുകാരുടെ പുരസ്കാരങ്ങളൊക്കെ തിരികെ നൽകുക. വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, കോടതികൾ ബഹിഷ്കരിക്കുക അല്ലെ? ഒഴിവാക്കുക. തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, തെരഞ്ഞെടുപ്പൊക്കെ ബഹിഷ്കരിക്കുക, ഒഴിവാക്കുക എന്നുള്ളതാണ് നിസ്സഹകരണ സമരത്തിൻ്റെ പ്രത്യേകതകൾ, സവിശേഷതകൾ. നിസ്സഹകരണ സമരം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ബഹിഷ്കരിക്കുന്നത് ഓർമ്മ വരണം. അതായത് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, നികുതി ബഹിഷ്കരിക്കുക, നൽകാതിരിക്കുക അല്ലെ? വിദ്യാലയങ്ങൾ, കോടതികൾ, തെരഞ്ഞെടുപ്പ് എല്ലാം ബഹിഷ്കരിക്കുന്നതാണ് നിസ്സഹകരണ സമരം. 15ാമത്തെ ചോദ്യം, ചുവടെ ചേർത്തിട്ടുള്ള ഭൂവിവരങ്ങളെ നൽകിയിട്ടുള്ള ഇന്ത്യയുടെ രൂപരേഖയിൽ അടയാളപ്പെടുത്തുക. അപ്പോൾ ഇന്ത്യയുടെ രൂപരേഖ തന്നിട്ടുണ്ട്, അതിൽ ഈ ഭൂവിവരങ്ങളൊക്കെ അടയാളപ്പെടുത്തണം. ആരവല്ലി പർവ്വതനിര എവിടെയാണ്, മാൾവ പീഠഭൂമി, വിശാഖപട്ടണ തുറമുഖം, താപ്തി നദി, ഇതൊക്കെ എവിടെയാണെന്ന് നിങ്ങൾ അതിൽ അടയാളപ്പെടുത്തണം. ഇതാണ് ഇന്ത്യയുടെ രൂപരേഖ. ഇതിൽ ഈ നദികളും തന്നിട്ടുള്ള രൂപരേഖകളൊക്കെ നിങ്ങൾ ഇതിൽ അടയാളപ്പെടുത്തുക, മാർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതുപോലെ ബാക്കിയുള്ള നദികളും എല്ലാം നിങ്ങൾ എവിടെയൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം. ഏതാണ് ചോദിക്കുക എന്നറിയില്ല. അപ്പോൾ ഈ മാപ്പ് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. പാർട്ട് ബിയിലുള്ള ക്വസ്റ്റ്യൻ 2ാം ഭാഗം. 16ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായങ്ങൾ ഏതെല്ലാം? അപ്പോൾ ഭൂനികുതി സമ്പ്രദായങ്ങൾ ഏതെല്ലാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെഴുതണം? നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേൽ വഹിച്ച പങ്ക് വ്യക്തമാക്കുക. ഈ 2 ക്വസ്റ്റ്യനിൽ ഏതിലെങ്കിലും ഒന്നിന് ഉത്തരം എഴുതുക. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. 16ാമത്തെ ചോദ്യം,
ഫസ്റ്റത്തെ ചോദ്യം എന്താണ്? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രധാന ഭൂനികുതി സമ്പ്രദായങ്ങളെ. ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ ഭൂനികുതി സമ്പ്രദായങ്ങളെ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റയട്ട്വാരി വ്യവസ്ഥ, മഹൽവാരി വ്യവസ്ഥ. ഈ വ്യവസ്ഥകളൊക്കെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായങ്ങൾ. ഈ പേരുകൾ പഠിച്ചു വെക്കുക. റയട്ട് വാരി, മഹൽവാരി വ്യവസ്ഥകളാണ്. ശാശ്വത ഭൂനികുതി നികുതിയുടെ വ്യവസ്ഥയാണ് ചോദിച്ചത്. അപ്പോൾ ഭൂനികുതി ശാശ്വതമായിട്ടുള്ളത് ഇപ്പോൾ ഉള്ളതല്ലേ, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റയട്ട് വാരി വ്യവസ്ഥ, മഹൽവാരി വ്യവസ്ഥ. ഈ വ്യവസ്ഥകൾ, ഈ സമ്പ്രദായങ്ങളൊക്കെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രധാന നികുതി സമ്പ്രദായങ്ങൾ. അല്ലെങ്കിൽ ഓർ രണ്ടാമത്തെ ചോദ്യം ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഏതാണ്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേൽ വഹിച്ച പങ്ക്. സർദാർ വല്ലഭായ് പട്ടേൽ വഹിച്ച പങ്ക് എന്തൊക്കെയാണ്? കേന്ദ്ര മന്ത്രിസഭയിൽ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ചുമതല സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു കേന്ദ്ര മന്ത്രിസഭയിൽ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ചുമതല. സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയിൽ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പുകളുണ്ടാവും. അതിൻ്റെ ചുമതല ആർക്കാണ്? സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വഹിച്ച പങ്കാണ് ചോദിച്ചത്. അദ്ദേഹം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി മലയാളിയായ VP മേനോനെ നിയമിച്ചു. ഒരു മലയാളിയായിട്ടുള്ള VP മേനോനെ നിയമിച്ചത് എന്തിന്? സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിട്ട് നിയമിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു ലയനക്കരാർ തയ്യാറാക്കി. സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനോട് ചേർന്നിട്ട് ഒരു ലയനക്കരാർ തയ്യാറാക്കി. ഇതൊക്കെ സർദാർ വല്ലഭായ് പട്ടേൽ വഹിച്ച പങ്കാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ. അതനുസരിച്ച് വിദേശകാര്യം, വാർത്താവിനിമയം, പ്രതിരോധം എന്നിവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറണം. ഇവർ രണ്ടുപേരും കൂടി ലയനക്കരാർ തയ്യാറാക്കിയെന്ന് പറഞ്ഞു. ആ ലയനക്കരാർ അനുസരിച്ച് വിദേശകാര്യം, വാർത്താവിനിമയം, പ്രതിരോധം എന്നിവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറണം. ജനകീയ പ്രതിഷേധങ്ങളും ഗവൺമെൻറ്റിൻ്റെ പ്രായോഗിക സമീപനവും മൂലം ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും ലയനക്കരാറിൽ ഒപ്പുവെച്ചു. ജനകീയ പ്രതിഷേധം, ഗവൺമെൻറ്റിൻ്റെ പ്രായോഗിക സമീപനവും മൂലം എല്ലാ നാട്ടുരാജ്യങ്ങളും ആ ലയനക്കരാറിൽ ഒപ്പുവെച്ചു. ഇതിനൊക്കെ കാരണമായത് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പങ്കാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം ഇത്രയും ആക്കിയത് സർദാർ വല്ലഭായ് പട്ടേൽ വഹിച്ച പങ്കുകളാണ്. അപ്പോൾ ഈ പങ്കുകളൊക്കെ എഴുതുക. 17ാമത്തെ ചോദ്യം അന്തരീക്ഷ മർദ്ദവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിൻ്റെ ഉപകരണം. അങ്ങനെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വസന്തകാലത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം, വസന്തകാലത്തിൻ്റെ പ്രത്യേകത, സവിശേഷതകൾ, ഇതിലേതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാം. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ ഇത് വേറെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. അപ്പോൾ രണ്ടും പഠിച്ചു വെക്കുക. 17ാമത്തെ ചോദ്യത്തിൽ 2 ചോദ്യങ്ങളുണ്ട്. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം, അല്ലെങ്കിൽ വസന്തകാലത്തിനെ കുറിച്ചിട്ട് എഴുതുക. ആദ്യത്തെ ചോദ്യം എന്താണ് ചോദിച്ചത്? അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? രസബാരോമീറ്റർ. രസബാരോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് മർദ്ദം, അന്തരീക്ഷത്തിലുള്ള മർദ്ദം അളക്കുന്നത്. അത് ഈ ഉപകരണത്തിൻ്റെ പേരാണ് രസബാരോമീറ്റർ. ബി ക്വസ്റ്റ്യൻ. 2ാമത്തെ ചോദ്യം ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൂപടങ്ങളിൽ വരക്കുന്ന സാങ്കല്പിക രേഖ. സങ്കല്പികമായിട്ട് നമ്മൾ ഭൂപടങ്ങൾ മാപ്പിലൊക്കെ വരക്കുന്ന ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങൾ, ഒരേ മർദ്ദമുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് വരക്കുന്ന രേഖ സമർദ്ദ രേഖകൾ. സമർദ്ദ രേഖകളാണ് സാങ്കല്പികമായി വരക്കുന്ന രേഖ. ഉയരവും അന്തരീക്ഷ മർദ്ദവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഉയരം കൂടുന്തോറും അന്തരീക്ഷ മർദ്ദം കുറയുന്നു. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും. അതായത് ഉയരം കൂടുക, അങ്ങനെ മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷ മർദ്ദം മുകളിൽ എന്തായിരിക്കും? കുറവായിരിക്കും. അന്തരീക്ഷ മർദ്ദം കുറയുന്നു. അല്ലെങ്കിൽ വസന്തകാലത്തെ കുറിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞത് അല്ലേ? മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലം. മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയാണ് വസന്തകാലം എന്ന് പറയുന്നത്. ശൈത്യകാലത്തിൽ നിന്നും വേനൽക്കാലത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമാണ് വസന്തകാലം. ശൈത്യകാലം കഴിഞ്ഞിട്ട് വേനൽക്കാലത്തിലേക്കുള്ള ആ മാറ്റത്തിൻ്റെ കാലമാണ് വസന്തകാലം. ചെടികൾ തളിർക്കുന്നതും പുഷ്പിക്കുന്നതും മാവ് പൂക്കുന്നതും പ്ലാവുകളിൽ ചക്കയുണ്ടാകുന്നതും ഈ കാലത്തിൻ്റെ സവിശേഷതയാണ്. മാർച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി വരാൻ പോണ ഈ മാർച്ച് മുതൽ ജൂൺ വരെയുള്ള ജൂൺ 21 വരെ ഇനിയുള്ള ജൂൺ 21 വരെയാണ് വസന്തകാലം. അത് ചെടികളും പൂക്കളും മാവ് പൂക്കുന്നതും ചക്ക ഉണ്ടാകുന്നൊക്കെ കാലമാണ് ഇനി വരാനുള്ള ഈ ജൂൺ അടുത്ത മാസം അല്ലേ? ആ കാലത്തിൻ്റെ അതാണ് വസന്തകാലത്തിൻ്റെ പ്രത്യേകതകൾ, സവിശേഷതകൾ. അപ്പോൾ ആ ഒരു ഡേറ്റ് ഓർത്ത് വെക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. ഈ മാർച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എക്സാമിൻ്റെ ഒരു സെൻറ്ററിൽ അടുത്ത മാസം അല്ലേ? മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ അല്ലേ? ജൂൺ വരെ, ജൂൺ 21 അല്ലേ? മഴക്കാലം. ആ ഒരു സമയത്തൊക്കെയാണ് അല്ലേ മാവ് പൂക്കലും പൂക്കൾ തറുക്കുന്നതും അല്ലേ? വേനൽക്കാലത്തിൻ്റെ മാറ്റത്തിൻ്റെ കാലമാണ് അല്ലേ? ചൂട് കഴിഞ്ഞിട്ടുള്ള ആ ഒരു കാലമാണ് അല്ലേ? മഴയൊക്കെ പെയ്യുന്ന ആ ഒരു കാലം അവിടെ പെയ്യാനാവുന്നതേ ഉള്ളൂ അല്ലേ? ജൂണിലാണ് സ്കൂളൊക്കെ തുറക്കുന്ന അല്ല. ആ ഒരു വസന്തകാലത്തിനെ കുറിച്ചിട്ടൊന്ന് ഓർത്ത് വെച്ചിട്ട് അത് പഠിച്ചു വെക്കുക. 18ാമത്തെ ചോദ്യം കുറിച്യ കലാപത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം? അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് ലഘുക്കുറിപ്പ് തയ്യാറാക്കുക.
ഇതിലേതെങ്കിലും രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് 3 മാർക്കിന് എഴുതുക. 19 മൈക്രോ ഫിനാൻസിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസവും നൈപുണ്യവും മെച്ചപ്പെടുത്തുന്നതിനായി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള ചില പദ്ധതികൾ താഴെ നൽകിയിരിക്കുന്നു, അവയുടെ ലക്ഷ്യങ്ങൾ എഴുതുക. സമഗ്ര ശിക്ഷ അഭിയാൻ SSA, സമഗ്ര ശിക്ഷ അഭിയാൻ. രാഷ്ട്രീയ ഉച്ചതൻ ശിക്ഷ അഭിയാൻ, രാഷ്ട്രീയ ഉച്ചത ശിക്ഷ അഭിയാൻ RUSA. ഇവയിലുള്ള അവയുടെ ലക്ഷ്യങ്ങൾ അത് എഴുതുക, അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസിൻ്റെ ലക്ഷ്യം എഴുതുക. 18ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. കുറിച്യ കലാപത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, അതുകൊണ്ടാണ് ആ കലാപം ഉണ്ടായത്. അമിത നികുതി ചുമത്തിയപ്പോൾ ഉണ്ടായ കലാപമാണ് കുറിച്യ കലാപം. നികുതി പണമായി അടക്കാൻ നിർബന്ധിച്ചത്. നികുതി അടക്കുന്നത് പണമായിട്ട്, പണ്ട് എല്ലാം പൈസയായിട്ടല്ലായിരുന്നു, സാധനങ്ങളൊക്കെ കൈമാറിയിട്ടൊക്കെ ആയിരുന്നു. നികുതി എല്ലാം പണമായിട്ട് തന്നെ അടയ്ക്കണമെന്ന് നിർബന്ധിച്ചതും അതുപോലെ അമിതമായിട്ട് നികുതി ചുമത്തിയതൊക്കെയാണ് കുറിച്യ കലാപത്തിനുണ്ടായ കാരണങ്ങൾ. അതുകൊണ്ടാണ് ആ കലാപം ഉണ്ടായത്. നികുതി അടക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. അങ്ങനെ നികുതി അടക്കാൻ കഴിയാത്ത പാവപ്പെട്ട കൃഷിക്കാരുടെ കൃഷിഭൂമിയൊക്കെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അവർക്ക് നികുതി അടക്കാൻ നിർബന്ധിച്ചു, അമിത നികുതിയൊക്കെ ചുമത്തിയത് കൊണ്ടുണ്ടായ ആ കലാപത്തിൻ്റെ പേരെന്താണ്? കുറിച്യ കലാപം. അതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെയാണ്. ഈ കലാപം ഏതാണെന്ന് ചോദിച്ചാൽ കുറിച്യ കലാപം എന്ന് എഴുതുകയും വേണം. അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? 18ൽ തന്നെ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എഴുതാനാണ് പറഞ്ഞത്. രണ്ടും പഠിച്ച് വെക്കുക, വേറൊരു ക്വസ്റ്റ്യനിൽ വന്നേക്കാം. സ്വതന്ത്ര ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ശാസ്ത്രത്തിലും സാങ്കേതിക രംഗത്തും നിരവധി ഗവേഷണ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. ശാസ്ത്രീയമായിട്ട് വളരെ ഉയർന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ഉയർച്ചകൾ, നേട്ടങ്ങൾ എന്തൊക്കെയാണ്? കുറേ ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ നിരവധി ഗവേഷണ സ്ഥാപനങ്ങൾ ആരംഭിച്ചു. ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി, ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി, ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതി ആരംഭിച്ചു. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് കൈവരിച്ച നേട്ടങ്ങളാണ്. ഇപ്പോൾ ഇത്രയും സമിതികൾ ആരംഭിച്ചിട്ടുണ്ട്. ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി, ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി, ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണം, മെഡിക്കലിനുള്ള ഗവേഷണത്തിന് വേണ്ടിയിട്ടുള്ളത്, കർഷകരുടെ കാർഷിക ഗവേഷണത്തിനുള്ളത് ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി. ഈ സമിതികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്, ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ എന്നിവയ്ക്ക് ഹോമി ജഹാംഗീർ ബാബ നേതൃത്വം നൽകി. 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ സ്ഥാപിച്ചു. 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥാപിച്ചിട്ടുണ്ട്. ടെക്നോളജിക്കലായിട്ടില്ലേ, ശാസ്ത്ര സാങ്കേതികം, നമ്മുടെ ശാസ്ത്രത്തിലും സാങ്കേതികമായിട്ടും ടെക്നോളജിയിലൊക്കെ എന്തൊക്കെ വളർച്ചകളാണ്, നേട്ടങ്ങളാണ് നമ്മുടെ ഇന്ത്യ കൈവരിച്ചത് എന്നാണ് ചോദിച്ചത്. 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ സ്ഥാപിച്ചു. മെഡിക്കൽ വിദ്യാഭ്യാസം, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ജനിതക ശാസ്ത്രം, ജൈവ സാങ്കേതിക വിദ്യ, ആരോഗ്യം, ഗതാഗതം, സമുദ്ര ഗവേഷണം, വിവര സാങ്കേതിക വിദ്യ, ആണവോർജം എന്നീ മേഖലകളിൽ വലിയ നേട്ടം കൈവരിച്ചു. ഈ നേട്ടങ്ങളെല്ലാം എന്താണ്? ശാസ്ത്ര സാങ്കേതിക രംഗത്ത് കൈവരിച്ച നേട്ടങ്ങളാണ്. ശാസ്ത്രീയപരമായിട്ടും സാങ്കേതികപരമായിട്ടും വളർന്ന എന്തൊക്കെ നേട്ടങ്ങളാണ് നമ്മുടെ ഇന്ത്യ കൈവരിച്ചത്? മെഡിക്കൽ ഫീൽഡ്, വിദ്യാഭ്യാസം, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ജനിതക ശാസ്ത്രം, ജെനറ്റിക്സ്, നമ്മുടെ ജീൻ ഏതാണെന്ന് അറിയുന്ന ജനിതക ശാസ്ത്രത്തിൽ, ജൈവ സാങ്കേതിക വിദ്യയിൽ, ആരോഗ്യത്തിൽ, ഗതാഗതം, സമുദ്ര ഗവേഷണം, വിവര സാങ്കേതിക വിദ്യ, കമ്പ്യൂട്ടറിൽ, ആണവോർജ്ജത്തിൽ, എല്ലാ മേഖലയിലും നേട്ടം കൈവരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ മേഖലയും നിങ്ങൾക്ക് എഴുതാം. ശാസ്ത്ര സാങ്കേതിക വിദ്യയാണ് ഇതെല്ലാം. 19ാമത്തെ ചോദ്യം. മൈക്രോ ഫിനാൻസിൻ്റെ ലക്ഷ്യങ്ങൾ എഴുതാനാണ്. എന്തൊക്കെ ലക്ഷ്യങ്ങളാണുള്ളത്? മൈക്രോ ഫിനാൻസിന് വ്യക്തികളിൽ നിന്ന് പണം സമാഹരിച്ച് കൂട്ടായ സാമ്പത്തിക വികസനത്തിന് സഹായിക്കുന്നു. നമ്മുടെ ഫിനാൻസ് കമ്പനികളിലെ മൈക്രോ ഫിനാൻസ് ബാങ്കിൻ്റെ അവരുടെ ലക്ഷ്യങ്ങൾ വ്യക്തികളിൽ നിന്ന്, നമ്മളിൽ നിന്നൊക്കെ പണം ശേഖരിച്ചിട്ടില്ലേ, പണം വാങ്ങിയിട്ട് കൂട്ടായ സാമ്പത്തിക വികസനത്തിന് സഹായിക്കുന്നു. സാമ്പത്തികമായിട്ട് ഉയരാൻ വേണ്ടിയിട്ടുള്ള സഹായത്തിന് വേണ്ടിയിട്ടാണ് ഫിനാൻസ് കമ്പനികൾ, മൈക്രോ ഫിനാൻസ് ഒക്കെ അതിൻ്റെ ലക്ഷ്യം. പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കുന്നു. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ ലോൺ എടുത്തിട്ടൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എടുക്കാനും മൈക്രോ ഫിനാൻസ് അതിനൊക്കെ സഹായിക്കുന്നുണ്ട്. അവരുടെ പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയർത്താൻ. സമ്പാദ്യശീലം വളർത്തുന്നു. നമ്മൾ ഓരോ പൈസ ഇങ്ങനെ അടക്കുന്നതിലൂടെ ഓരോന്ന് എടുത്ത് വെക്കുകയാണല്ലേ, ചിലവാക്കാതെ എടുത്ത് വെച്ച് അതിൽ ശേഖരിക്കുകയാണ്. അങ്ങനെ സമ്പാദ്യശീലം വളർത്തുന്നു. വ്യക്തിഗത കഴിവുകൾ ഗ്രൂപ്പ് വികസനത്തിന് പ്രയോജനപ്പെടുത്തുന്നു. അവരുടെ കഴിവുകൾ ഗ്രൂപ്പായിട്ടുള്ള വികസനത്തിന് പ്രയോജനപ്പെടുത്തുന്നു. അംഗങ്ങൾക്ക് ആവശ്യ സമയത്ത് വായ്പ നൽകുന്നു. കടം കൊടുക്കുക, വായ്പ ആയിട്ട് കൊടുക്കുന്നു. അംഗങ്ങൾക്ക് ആവശ്യ സമയത്ത് അവർക്ക് പൈസ കിട്ടുന്നു, വായ്പ നൽകുന്നു. ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുന്നു. ചെറുകിട കടകൾ, സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നു. അതിനൊക്കെയുള്ള പൈസ മൈക്രോ ഫിനാൻസ് കൊടുക്കുന്നു. അതിലവർ നമ്മൾ ജനങ്ങൾ ആദ്യം നിക്ഷേപിക്കുന്നു, ആവശ്യമുള്ളപ്പോൾ തരുന്നു. അപ്പോൾ ഫിനാൻസ് ആണല്ലേ മൈക്രോ ഫിനാൻസ്. ആ ലക്ഷ്യങ്ങളൊക്കെയാണ് ഉള്ളത്. 19ാമത്തെ ചോദ്യത്തിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ. എന്തിനെ കുറിച്ച് ഇതാണ്? സമഗ്ര ശിക്ഷാ അഭിയാനെ കുറിച്ചിട്ടും അതുപോലെ രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷാ അഭിയാൻ, ഇതൊക്കെ എന്താണ്? വിദ്യാഭ്യാസത്തിൻ്റെ അഭിയാനാണ് അല്ലേ. അപ്പോൾ സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ
എന്താണ് സാർവത്രിക വിദ്യാഭ്യാസം ഹയർ സെക്കൻഡറി വരെ ഉറപ്പുവരുത്തുക അല്ലെ നമ്മുടെ വിദ്യാഭ്യാസം ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ അല്ല ഹയർ സെക്കൻഡറി വരെ ഉറപ്പുവരുത്തുക തുല്യതയും ഗുണനിലവാരവും ഉറപ്പുവരുത്തുക എല്ലാവർക്കും തുല്യതയും ഗുണനിലവാരവും ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യങ്ങളാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പരിപോഷിപ്പിക്കുക അതായത് തൊഴിലും വിദ്യാഭ്യാസവും രണ്ടും കൂടിയുള്ള പരിശീലനം നൽകുക അല്ലെ അങ്ങനെയുള്ള സ്കൂളുകളുമുണ്ട് SCRT ഓർ ഡയറ്റ് തുടങ്ങിയ അധ്യാപക പരിശീലന കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തുക അല്ലെ നമ്മുടെ ബുക്ക് ഏതാണ് SCRT അല്ലേ ഡയറ്റ് തുടങ്ങിയ DIET തുടങ്ങിയ അധ്യാപക പരിശീലന കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തുക നമ്മുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താനില്ലേ നമുക്ക് ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസം തുല്യത നിലവാരം ഉറപ്പുവരുത്താനുള്ളതാണ് സമഗ്ര ശിക്ഷ അഭിയാൻ അതുപോലെ രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷാ അഭിയാൻ എന്തിനുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ ലഭ്യത വർദ്ധിപ്പിക്കുക അത് കഴിഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസ ലഭ്യത അത് വർദ്ധിപ്പിക്കുക കൂട്ടുക ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുക ഇത് കഴിഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസം അതിനുള്ളതാണ് രാഷ്ട്രീയ ഉച്ചത ശിക്ഷാ അഭിയാൻ അതിൻ്റെ ഗുണനിലവാരം ഉയർത്തുക എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ആ അഭിയാൻ്റെ പേര് വേണേൽ ചോദിക്കാം അല്ലേ സമഗ്ര ശിക്ഷാ അഭിയാനും രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷാ അഭിയാനും 20ാമത്തെ ചോദ്യം ഇന്ത്യയിലെ വിവിധ തരം പൗരത്വം വ്യക്തമാക്കുക അല്ലെങ്കിൽ പൗരബോധവും ധാർമ്മികതയും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുക 20ാമത്തെ ചോദ്യത്തിന് ഉത്തരം വിവിധ തരം പൗരത്വം ഏതൊക്കെ പൗരത്വമുള്ള സ്വാഭാവിക പൗരത്വമുണ്ട് ആർജിത പൗരത്വമുണ്ട് ആ പേരിൽ തന്നെ ഉണ്ട് സ്വാഭാവികം നമുക്ക് ജന്മനാ ലഭിക്കുന്നതാണില്ലേ നമ്മുടെ സ്വഭാവത്തിൽ ആദ്യം ഉള്ളതാണ് സ്വാഭാവിക പൗരത്വം ആർജിത പൗരത്വം നമ്മൾ ആർജിച്ചെടുക്കുന്നതാണില്ലേ ഒരു രാജ്യത്തെ നിലവിലുള്ള നിയമാനുസൃത നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഒരാൾ നേടുന്നത് നമ്മൾ നേടിയെടുക്കുന്നത് ആർജിച്ചെടുക്കുന്ന പൗരത്വമാണ് ആർജിത പൗരത്വം അല്ലെങ്കിൽ അതിലുള്ള ക്വസ്റ്റ്യൻ പൗരബോധവും ധാർമ്മികതയും നന്മതിന്മകൾ തിരിച്ചറിഞ്ഞ് നന്മയെ സ്വീകരിക്കുകയും കടമകൾ ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കുകയുമാണ് ധാർമ്മികത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ധാർമ്മികത എന്താണ് പൗരബോധം എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ അല്ലേ അപ്പോൾ ഇതിൽ ധാർമ്മികത എന്ന് പറഞ്ഞാൽ നന്മതിന്മകൾ തിരിച്ചറിഞ്ഞിട്ട് നന്മയെ സ്വീകരിക്കുകയും കടമകൾ ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കുകയുമാണ് ധാർമ്മികത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സമൂഹത്തോടും രാജ്യത്തോടുമുള്ള കടമ നിറവേറ്റുക ഓരോ വ്യക്തിയുടെയും ധർമ്മമാണ് സമൂഹത്തോടും രാജ്യത്തോടുമുള്ള കടമ നിറവേറ്റുന്നത് ഓരോ വ്യക്തിയുടെയും ധർമ്മമാണ് അല്ലേ ധാർമ്മിക പൗരബോധത്തെ സഹായിക്കുന്നു അല്ലേ ധാർമ്മികത പൗരബോധത്തെ സഹായിക്കുന്നു അധാർമികത പൗരബോധം ഇല്ലാതാക്കുന്നു ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ധാർമ്മിക ബോധം സൃഷ്ടിക്കലാണ് പൗരബോധം വളർത്തിയെടുക്കാനുള്ള ഫലപ്രദമായ മാർഗം ഇതിലുള്ള ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ 20 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി 5 വലിയ ക്വസ്റ്റ്യൻസ് ആണുള്ളത് അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടായിട്ട് അടുത്ത ഭാഗമായിട്ട് അപ്ലോഡ് ചെയ്യാം അടുത്ത ഭാഗം വേഗം വേണമെന്നുള്ളവർ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ ഞാൻ വേഗം അപ്ലോഡ് ചെയ്യുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ